ഭാരതത്തിൻ്റെ ഹൃദയഭൂമിയായ ഹിമാലയത്തിന് മടിത്തട്ടിലായി കാലം കഥ പറയുന്ന ഒരു പ്രദേശമുണ്ട്. പ്രകൃതിയുടെ മാന്ത്രികതയും ആത്മീയതയുടെ തേജസ്സുമൊക്കെ ഒത്തുചേരുന്ന ഒരിടം. ഈ ഒരു യാത്ര അങ്ങനെ ഒരിടത്തേക്കാണ്. സതി അനസൂയാദേവിയുടെയും അത്രി മഹർഷിയുടെയും പുണ്യഭൂമിയിലേക്ക്. വെറും ഒരു യാത്ര മാത്രമല്ല ഇത്, ഒരുപാട് അർത്ഥതലങ്ങൾ തേടിയുള്ള ഒരു തീർത്ഥയാത്രയാണ്. ഈ മണ്ണിന് പറയാൻ ഒരുപാട് ഐതിഹ്യങ്ങളുമുണ്ട്. ഇവിടുത്തെ ഓരോ ശിലകൾക്കും പുൽക്കൊടിക്കും പോലും പറയാൻ ഓരോ കഥകളുണ്ട്. സന്താന സൗഭാഗ്യത്തിനും ദാമ്പത്യ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും തേടി ഇവിടെ വന്ന് അനസൂയാദേവിയെ ഭജിച്ചുകൊണ്ട് ഒരു രാത്രി കഴിയുന്നവർക്ക് അന്നു രാത്രി അനസൂയാദേവി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് വേണ്ട പരിഹാരങ്ങൾ നിർദ്ദേശിക്കുമെന്നാണ് വിശ്വാസം. വിശ്വാസം മാത്രമല്ല, ഒരുപാട് ആളുകളുടെ അനുഭവം കൂടിയാണത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ഈ പുണ്യപ്രദേശത്തെക്കുറിച്ച് ചുരുക്കത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഗോപേശ്വറിൽ നിന്നും ഉഖിമഠിലേക്കുള്ള പാതയിൽ മണ്ഡൽ എന്ന സ്ഥലത്താണ് അനസൂയ ക്ഷേത്രവും അത്രിമുനിയുടെ ഗുഹയും സ്ഥിതി ചെയ്യുന്നത്. മണ്ഡലിൽ നിന്നും 6 കിലോമീറ്റർ ഘോരവനത്തിലൂടെ നടന്നു വേണം അനസൂയ ക്ഷേത്രത്തിലേക്ക് എത്താൻ. അത്രിമുനിയുടെ പത്നിയായ സതി അനസൂയാദേവിയുടെ ക്ഷേത്രമാണിത്. വളരെ പുരാതനമായൊരു ക്ഷേത്രം. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ അംശങ്ങൾ ഒത്തുചേർന്ന് സതി അനസൂയയുടെയും അത്രിമുനിയുടെയും പുത്രനായി ജനിച്ച ദത്താത്രേയ മഹർഷിയെപ്പറ്റി കേട്ടിട്ടുണ്ടാവുമല്ലോ. അതേ ദത്താത്രേയൻ ജനിച്ച പുണ്യഭൂമിയാണിത്. അനസൂയ ക്ഷേത്രത്തിൽ നിന്നും 2 കിലോമീറ്റർ മുകളിലായി കൊടും വനത്തിനുള്ളിലാണ് അത്രിമുനിയുടെ ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. ഈ ആശ്രമം ഒരു ഗുഹാക്ഷേത്ര രൂപത്തിലുള്ളതാണ്. ആശ്രമത്തിനടുത്തായി വളരെ ഉയരത്തിലുള്ള ഒരു പർവ്വതത്തിന് മുകളിൽ നിന്നും താഴേക്ക് പതിക്കുന്ന അമൃതഗംഗ എന്ന അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടവുമുണ്ട്. അത്രിമുനിയുടെ ഗുഹയിലൂടെ ഈ വെള്ളച്ചാട്ടത്തിന് ചുറ്റും അതിസാഹസികമായി പ്രദക്ഷിണം വയ്ക്കുന്നതും ഇവിടുത്തെ സവിശേഷമായ ഒരു ആചാരമാണ്. നദിക്ക് മറുകര കടക്കാതെ നദിക്ക് പ്രദക്ഷിണമായി എത്താൻ സാധിക്കുന്ന ഭാരതത്തിലെ ഏക വെള്ളച്ചാട്ടവുമാണിത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്നു കാണേണ്ട സ്വർഗത്തിലെ ഉദ്യാനം പോലെ പ്രകൃതി മനോഹരമായൊരു പ്രദേശം. ചമോലി ജില്ലയിലെ ഗോപേശ്വറിൽ നിന്നും 12 കിലോമീറ്റർ അകലെ മണ്ഡൽ ഗ്രാമത്തിന് മുകളിലായി സമുദ്രനിരപ്പിൽ നിന്നും 7000 അടി ഉയരത്തിലാണ് ഈ അത്രിമുനി ഗുഹയും അനസൂയ ക്ഷേത്രവുമൊക്കെ സ്ഥിതി ചെയ്യുന്നത്. മണ്ഡൽ ഗ്രാമം വഴി രുദ്രനാഥിലേക്കുള്ള പാത കൂടിയാണിത്. രുദ്രനാഥിൽ നിന്നും തിരിച്ച് സാഗറിലെത്തിയ ആ രാത്രി ഇവിടെ വന്ന ദിവസം താമസിച്ച ആ ഹോം സ്റ്റേയിൽ തന്നെ തങ്ങി. നേരത്തെ വിളിച്ചു പറയാത്തതിനാൽ റൂമുകളൊക്കെ വൈകുന്നേരമായപ്പോഴേക്കും ബുക്കിംഗ് ആയി കഴിഞ്ഞിരുന്നു. പക്ഷേ നല്ലവരായ വീട്ടുകാർ അവരുടെ വീട്ടിലെ ഒരു മുറി തന്നെ എനിക്കായി ഒഴിച്ചു തന്നു. പിറ്റേന്ന് രാവിലെ സാഗറിൽ നിന്നും അനസൂയ ക്ഷേത്രത്തിലേക്ക് തിരിച്ചു. സാഗറിൽ നിന്നും മണ്ഡലിലേക്ക് 5 കിലോമീറ്റർ ദൂരമുണ്ട്. വീതി കുറവാണെങ്കിലും വളരെ മനോഹരമായൊരു പാത. പാതയുടെ ഒരു വശത്തുകൂടി ഒരു ചെറിയ നദി ഒഴുകുന്നുമുണ്ട്. അത്രിമുനി ഗുഹാപരിസരത്ത് നിന്നും ഉത്ഭവിച്ചു വരുന്ന അമൃതഗംഗാ നദിയാണത്. നദിയുടെ മറുകരയിലായി പർവ്വതങ്ങളുടെ അടിവാരത്തുള്ള സമതല പ്രദേശങ്ങളെല്ലാം ജനവാസ കേന്ദ്രങ്ങളും കൃഷിയിടങ്ങളുമാണ്. രുദ്രപ്രയാഗ് ചമോലി പാതകളിൽ കണ്ട കാഴ്ചകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായതും ശാന്തവും മനോഹരമായൊരു പ്രദേശം. നെല്ലും ഗോതമ്പും മറ്റു വിളകളുമൊക്കെ ധാരാളം കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ. ഇടയ്ക്ക് കുറച്ച് ലങ്കൂറുകളെ കണ്ടു. മുകളിൽ നിന്നും താഴേക്കിറങ്ങി വഴി മുറിച്ചു കടക്കാൻ നിൽക്കുകയാണവർ. കൂട്ടത്തിൽ കുട്ടികളും മറ്റും ഉള്ളതുകൊണ്ടാവും നേതാവെന്ന് തോന്നിക്കുന്ന ഒരുത്തൻ വഴിയിലിറങ്ങി പരിസരം വീക്ഷിച്ചതിന് ശേഷമാണ് മറ്റുള്ളവരെ കടത്തിവിടുന്നത്. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട എന്ന് കരുതി ഞാൻ അല്പം അകലെയായി ബൈക്ക് നിർത്തി കാത്തു നിന്നു. അവിടെ നിന്നും അധികം താമസിക്കാതെ മണ്ഡലിലേക്കെത്തി. അത്യാവശ്യ സൗകര്യങ്ങളും കുറച്ച് കടകളും മാത്രമുള്ള ഒരു കൊച്ചു ടൗണാണ് മണ്ഡൽ. അനസൂയ രുദ്രനാഥ് യാത്രകളുടെ പ്രവേശന കവാടമാണിവിടം. മണ്ഡലിലെ ജനജീവിതം വളരെ ലളിതവും പ്രകൃതിയോടിണങ്ങിയതുമാണ്. വലിയ ആഡംബരങ്ങളൊന്നുമില്ലാതെ തങ്ങളുടെ കൃഷികളിലും മറ്റ് ജോലികളിലുമൊക്കെ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ ജീവിതം.
ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയുള്ള തീർത്ഥാടന കാലത്താണ് ഇവർക്ക് വരുമാനം കൂടുതലായും ലഭിക്കുന്നത്. അതുപോലെ പുറമേ നിന്ന് വരുന്നവരോട് വലിയ ആതിഥ്യമര്യാദയും കാണിക്കുന്നവരാണ് ഈ ഗ്രാമവാസികൾ. അവിടെ കണ്ട ഒരു ചെറിയ ഹോട്ടലിൽ നിന്നും കാപ്പികുടിയും കഴിഞ്ഞ് പതിയെ ക്ഷേത്രത്തിലേക്കുള്ള യാത്ര തുടങ്ങി. ടൗണിന് മധ്യത്തിലായി വലതുവശത്ത് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടവും കാണാം. ഇവിടെ നിന്നും ഇനി നടന്നു വേണം പോവാൻ. ഇവിടെ നിന്നും ഇതുവഴി വാഹനങ്ങൾ പോവില്ല. ഞാൻ ബൈക്ക് വഴിയരികിൽ ഒതുക്കി വയ്ക്കുന്നത് കണ്ട് അടുത്തുള്ള കടക്കാരൻ പറഞ്ഞു, അനസൂയ ക്ഷേത്രത്തിലേക്കാണെങ്കിൽ മറ്റൊരു ഭാഗത്തുകൂടി 1 കിലോമീറ്റർ കൂടി വണ്ടി ചെല്ലും. അദ്ദേഹം എൻ്റെ ഹെൽമറ്റും കടയിൽ വാങ്ങിവെച്ച് ആ ഭാഗത്തേക്കുള്ള മറ്റൊരാളെയും എൻ്റെ കൂടെ കൂട്ടിവിട്ടു. കുറച്ചു ദൂരം ചെന്നപ്പോഴേക്കും അയാളുടെ വീടായി. മുൻപോട്ടുള്ള വഴിയും കാണിച്ചു തന്ന് അയാൾ പോയി. മണ്ഡൽ പോലീസ് സ്റ്റേഷൻ്റെ ഭാഗം വരെ റോഡുണ്ട്. ബൈക്ക് അവിടെയുള്ള ഒരു കടയുടെ മുൻപിൽ വെച്ച് പതിയെ നടപ്പ് തുടങ്ങി. ഇതിലെ ഒരു നദി ഒഴുകുന്നുണ്ട്. അത്രിമുനി ഗുഹയുടെ ഭാഗത്തു നിന്നും ഉത്ഭവിച്ചു വരുന്ന അമൃതഗംഗാ നദിയാണിത്. നദിക്ക് കുറുകെയുള്ള ഒരു ഇരുമ്പുപാലം കടന്നാണ് നമുക്ക് പോവേണ്ടത്. ഇടുങ്ങിയ ഒരു വഴി. ഇരുവശവും ഗ്രാമീണരുടെ വീടുകളുമാണ്. വീടുകളോട് ചേർന്ന് മിക്കവാറും ഒരു കാലിത്തൊഴുത്തും ഒരു ചെറിയ കൃഷിയിടവും ഉണ്ടാവും. ആധുനിക വീടുകൾക്കിടയിലും കല്ലും മണ്ണും മരവും സ്ലേറ്റ് കല്ലുകളും ഉപയോഗിച്ച് നിർമ്മിച്ച പരമ്പരാഗത വീടുകളും കന്നുകാലിത്തൊഴുത്തുകളുമൊക്കെ കാണാം. ഇവരുടെ പ്രാദേശിക വസ്ത്രവിധാനവും ലളിതമാണ്. സ്ത്രീകൾക്ക് സാരിയും സൽവാർ കമീസുമൊക്കെയാണ് സാധാരണ വേഷം. മുതിർന്ന സ്ത്രീകൾക്കാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ചട്ടയും മുണ്ടിനോടും സാദൃശ്യം തോന്നുന്ന മുണ്ടും ബ്ലൗസും അടങ്ങിയ ഒരു വേഷവും കാണാം. പുരുഷന്മാരിൽ ചിലർ മാത്രം പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിച്ചു കാണാം. സാധാരണ ഷർട്ടും പാൻറ്റുമൊക്കെയാണ് ധരിക്കുക. മുൻപേ പറഞ്ഞതുപോലെ കൃഷിയും കന്നുകാലി വളർത്തലുമൊക്കെയാണ് ഇവരുടെ പ്രധാന വരുമാനമാർഗം. ചെറുപ്പക്കാരൊക്കെ മിക്കവാറും ദൂര സ്ഥലങ്ങളിൽ ജോലിക്ക് പോയിട്ടുണ്ടാവും. പ്രധാനമായും ബാർലി, ഗോതമ്പ്, നെല്ല്, ചോളം, പയറുവർഗ്ഗങ്ങൾ, ഉരുളക്കിഴങ്ങ് മുതലായവയാണ് ഇവിടെ കൂടുതലും കൃഷി ചെയ്യുന്നത്. കൂടാതെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള മറ്റു വിളകളും. മലഞ്ചെരുവുകളിൽ മണ്ണൊലിപ്പ് തടയുന്നതിനും ജലസേചനം എളുപ്പമാക്കുന്നതിനുമായി തട്ടുതട്ടായി തിരിച്ചു നടത്തുന്ന ഒരു കൃഷിരീതിയാണിവിടെ. ഇത് കാഴ്ചയ്ക്കും വളരെ മനോഹരമാണ്. തികച്ചും വിഷരഹിതമായ പാലും പച്ചക്കറികളും ധാന്യങ്ങളും ശുദ്ധവായുവും ശുദ്ധജലവുമാണ് ഇവരുടെയൊക്കെ ആരോഗ്യത്തിൻ്റെ രഹസ്യവും. ഇവിടങ്ങളിലൊക്കെ മെഡിക്കൽ സ്റ്റോറുകൾ പോലും അപൂർവമാണ്. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിഷമില്ലാത്ത ഒരു സാധനം പോലും നമുക്ക് കിട്ടില്ല. ഒരു പരിധിവരെ അതിനുള്ള കാരണവും നമ്മൾ തന്നെയാണ്. കാരണം വീടുകളിലൊന്നും ഇപ്പോൾ കൃഷിയും കന്നുകാലി വളർത്തലും ഒന്നുമില്ല. അതിനുള്ള സമയവും ആർക്കുമില്ല. ഇടയ്ക്ക് ദൈനംദിന കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഗ്രാമവാസികളെയും കാണാം. മണ്ഡൽ ഗ്രാമം കടന്നാൽ നമ്മൾ ട്രെക്കിംഗ് പാതയിലേക്ക് കടക്കുകയായി. ഉരുളൻ കല്ലുകൾ കോൺക്രീറ്റ് ചെയ്തുറപ്പിച്ച പാതയാണ്. വേണമെങ്കിൽ കുറച്ചു ദൂരം കൂടി ബൈക്ക് കൊണ്ടുവരികയും ചെയ്യാമായിരുന്നു. കുറച്ചു ദൂരം നടക്കുമ്പോഴേക്കും നിബിഡമായ വനത്തിനുള്ളിലേക്ക് പ്രവേശിക്കും. പാതയുടെ ഒരു വശത്ത് താഴെ കൂടി അമൃതഗംഗാ നദി അലറി കുതിച്ചൊഴുകുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വിശ്രമിക്കാനുള്ള ഷെഡുകളും മറ്റുമുണ്ട്. കുടിക്കാനായി കാട്ടരുവികളിലെ ശുദ്ധമായ ജലവും. ഇടയ്ക്ക് കടന്നു പോകുന്ന ഗ്രാമവാസികളും യാത്രികരും ഒഴിച്ചാൽ വഴി പൊതുവെ വിജനമാണ്. ഇടയ്ക്ക് നദിയുടെ മുകളിലായി ഒരു പുൽമേട്ടിൽ ഒരു ഗ്രാമീണൻ പശുക്കളെയും മേച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടു. പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കേരളത്തിലും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. കൂടെ ജോലി ചെയ്ത ചില സുഹൃത്തുക്കൾ മലയാളികളായിരുന്നു അത്രേ. മുകളിലുള്ള കൊടുമുടിയിലേക്ക് കൈ ചൂണ്ടി അദ്ദേഹം പറഞ്ഞു, ആ ഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് കാട്ടാടുകളും മാനുകളുമൊക്കെ കൂട്ടമായി കാണാറുണ്ടത്രേ. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ പോകും വഴി ശ്രദ്ധിച്ചാൽ കാണാനും സാധിക്കും. ഇദ്ദേഹം താമസിക്കുന്നത് 1 കിലോമീറ്ററോളം താഴെയാണ്. അദ്ദേഹത്തോട് യാത്ര പറഞ്ഞ് വീണ്ടും നടത്തം തുടങ്ങി. കാടിൻ്റെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് പക്ഷികളുടെ കളകളാരവവും ചില മൃഗങ്ങളുടെ ശബ്ദവുമൊക്കെ ഇടയ്ക്ക് കേൾക്കാം. മലമുകളിൽ നിന്നും വീശുന്ന കാറ്റിന് ഇലകളുടെയും മണ്ണിൻ്റെയും മരങ്ങളുടെയും ഒക്കെ ഒരു പ്രകൃതിദത്തമായ സുഗന്ധം. മലമടക്കുകളിൽ നിന്നും ഒഴുകി വരുന്ന ചെറിയ ചെറിയ അരുവികളെല്ലാം നദിയിലേക്ക് ചേർന്ന് മണ്ഡലിലെത്തുമ്പോഴേക്കും ഇതൊരു വലിയ നദിയായി മാറും. ഈ പാതയിൽ കടകളും വളരെ കുറവാണ്. ഇടയ്ക്ക് നദി മുറിച്ച് കടക്കാനായി ഒരു ഇരുമ്പുപാലമുണ്ട്. നദിയുടെ മറുകരയിലായി ചെറിയൊരു കട മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ലഘുഭക്ഷണം കയ്യിൽ കരുതുകയും വേണം. ഇവിടെ നിന്നും ഇനി കുത്തനെയുള്ള കയറ്റങ്ങളാണ്. കയറ്റം കയറി ചെല്ലുമ്പോൾ ചില ഭാഗങ്ങളിൽ നിന്നും മണ്ഡൽ ഗ്രാമത്തിൻ്റെയും ചുറ്റുമുള്ള താഴ്വരകളുടെയും ഒക്കെ വിദൂര ദൃശ്യങ്ങളും കാണാം. വഴിയിലുടനീളം ദേവദാരു, ഓക്ക്, പൈൻ, റോഡോഡെൻഡ്രോൺ മരങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത്. വഴിയരികിലുള്ള ചില മരങ്ങളുടെ തൊലികൾ ചെത്തിയെടുത്ത നിലയിലും കണ്ടു. ഔഷധ ഗുണങ്ങളുള്ള അപൂർവ വൃക്ഷങ്ങളാവാം.
കാടിൻ്റെ വന്യമായ അന്തരീക്ഷത്തിലൂടെയുള്ള ഒറ്റയ്ക്കുള്ള യാത്ര നമുക്ക് ചെറുതായൊരു ഉത്ഭയമുണ്ടാക്കുമെന്നത് തീർച്ചയാണ്. വനത്തിനുള്ളിൽ നിന്നും ചില ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ നിന്ന് ചെവിയോർക്കും, വല്ല പുലിയോ കരടിയോ മറ്റോ ആണോ എന്ന്. പിന്നെ ഈശ്വരനെയും വിചാരിച്ച് രണ്ടും കൽപ്പിച്ചങ്ങ് നടന്നു. ചില ഭാഗങ്ങളിൽ മഞ്ഞു മൂടിയ കൂറ്റൻ കൊടുമുടികളുടെ ദൃശ്യങ്ങളും കാണാം. യാത്രയുടെ ആയാസം മൂലമാവാം വളരെ കുറച്ച് ആളുകളെ മാത്രമാണ് ഇടയ്ക്ക് കാണാൻ സാധിച്ചത്. ഇതുവഴിയുള്ള രുദ്രനാഥ് യാത്രക്കാരും കുറവാണ്. ചില ഭാഗങ്ങളിൽ വഴിയരികിലായി ചില മൂർത്തികളുടെ പുരാതന ശിലാവിഗ്രഹങ്ങളുമുണ്ട്. ഒരു ഭാഗത്ത് പഞ്ചപാണ്ഡവരുടെ പ്രതിഷ്ഠകളും കണ്ടു. കുറച്ചു ദൂരം കൂടി മുന്നോട്ട് ചെന്നപ്പോൾ ഒരു ഗ്രാമീണ സ്ത്രീ വനത്തിൽ നിന്നാവാം എന്തൊക്കെയോ ഔഷധസസ്യങ്ങളും ശേഖരിച്ചുകൊണ്ട് മലയിറങ്ങി വരുന്നുണ്ടായിരുന്നു. അവരോട് ചോദിച്ചപ്പോൾ ഇനി 1 കിലോമീറ്റർ കൂടി ദൂരമുണ്ട് ക്ഷേത്രത്തിലേക്കെന്ന് പറഞ്ഞു. സമ്മതിക്കണം ഇവരെയൊക്കെ. നമ്മളിപ്പോൾ തന്നെ 4-5 കിലോമീറ്ററോളം മല കയറി കഴിഞ്ഞു. ഇവർക്കിതൊക്കെ ഇവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായതുകൊണ്ടാവാം ഒരു പ്രശ്നവുമില്ല. ഇടയ്ക്കൊരു മരം നിൽക്കുന്നത് കണ്ടു. അതിൻ്റെ തായ്തടിയുടെ പകുതിയോളം കത്തിക്കരിഞ്ഞു പോയിട്ടുമുണ്ട്. പോരാത്തതിന് അതിൻ്റെ തൊലികളും ആവുന്നത്ര ചെത്തിയെടുത്തിട്ടുണ്ട്. ഇത്രയുമൊക്കെ ആയിട്ടും ആ മരം ഉണങ്ങിപ്പോകാതെ തലയുയർത്തി നിൽക്കുന്നു. അത്യപൂർവമായ ഒരു ഔഷധവൃക്ഷമായിരിക്കാം ഇത്. അത്ഭുതം തന്നെയാണ് അതിജീവനത്തിൻ്റെ മറ്റൊരു മാതൃക. ക്ഷേത്രത്തിലേക്കുള്ള പാതയിൽ ഇടയ്ക്ക് വളരെ പുരാതനമായൊരു ശിലാലിഖിതം കാണാം. ഒരു പാറയുടെ ഉപരിതലത്തിൽ സംസ്കൃതവും ഉത്തരേന്ത്യൻ ബ്രാഹ്മി ലിപിയും ഉപയോഗിച്ചാണ് ഈ ലിഖിതം എഴുതിയിരിക്കുന്നത്. കാലപ്പഴക്കം കൊണ്ടും കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടും അവ കുറേയൊക്കെ തേഞ്ഞു പോയിട്ടുമുണ്ട്. അതിൻ്റെ പരിഭാഷ ആർക്കിയോളജി വകുപ്പ് ഒരു ബോർഡിലായി കൊടുത്തിട്ടുണ്ട്. 7 വരികളാണ് ഈ ലിഖിതത്തിലുള്ളത്. മഹാരാജാതിരാജ പരമേശ്വര സരവർമ്മൻ എന്നൊരു ക്ഷത്രിയ രാജാവ് തനിക്കും തൻ്റെ മാതാപിതാക്കൾക്കും പുണ്യം ലഭിക്കുന്നതിനായി ഒരു ജലസംഭരണിയും ക്ഷേത്രവും നിർമ്മിച്ചു എന്നാണ് ലിഖിതത്തിൽ സൂചിപ്പിക്കുന്നത്. ലിഖിതമനുസരിച്ച് ഇത് 6-ാം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗത്താണ് സ്ഥാപിച്ചതെന്ന് കരുതപ്പെടുന്നു. മഹാരാജാതിരാജ എന്ന സാമ്രാജ്യത്വ പദവിയുടെ അടിസ്ഥാനത്തിൽ ഈ രാജാവ് AD 576 മുതൽ 580 വരെ ഭരിച്ചിരുന്ന മൗഖാരി രാജാവായിരുന്ന സരവർമ്മൻ ആയിരിക്കാം എന്നാണ് പറയുന്നത്. മൗര്യ ചക്രവർത്തിയായിരുന്ന അശോകൻ്റെ കൽസിയിലെ ശിലാശാസനത്തിന് ശേഷം ഉത്തരാഖണ്ഡിൽ ഒരു ഭരണാധികാരിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഏറ്റവും പഴക്കം ചെന്ന ലിഖിതങ്ങളിലൊന്നാണിത്. അതുകൊണ്ട് തന്നെ ഈ ലിഖിതം ഈ ദേശത്തിൻ്റെ പ്രാദേശിക ചരിത്രത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊരു കാര്യം കൂടി ആലോചിച്ച് നോക്കൂ. 1500ഓളം വർഷങ്ങൾക്ക് മുൻപും ഈ പാത ഇവിടെ നിലവിലുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. അവിടെ നിന്ന് മുൻപോട്ട് ചെന്നപ്പോൾ കുറച്ച് യുവാക്കൾ പരമ്പരാഗത വസ്ത്രങ്ങളും അണിഞ്ഞ് മലയിറങ്ങി വരുന്നത് കണ്ടു. ഒരുപക്ഷെ ക്ഷേത്രത്തിലെ പൂജാരിമാരാവാം. അധികം താമസിയാതെ ക്ഷേത്രത്തിന് താഴേക്കെത്തി. എത്ര പെട്ടെന്നാണ് പ്രകൃതിയുടെ മുഖഛായയും മാറുന്നത്. ക്ഷേത്രത്തിന് താഴെയുള്ള മണ്ഡപത്തിൽ ഒരു പാറയിൽ ചാരിയിരിക്കുന്ന രീതിയിൽ ഒരു വലിയ ഗണപതിയുടെ രൂപം കൊത്തിവെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും വഴി 2ആയി പിരിയുന്നുണ്ട്. ഇടതുവശത്തേക്കുള്ളത് രുദ്രനാഥിലേക്കുള്ള പാതയാണ്. ക്ഷേത്രത്തിന് പുറകിലൂടെയാണ് ആ പാത കടന്നു പോകുന്നത്. സാധാരണ ആളുകൾ അനസൂയ ക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തിയതിനു ശേഷമേ പോവുകയുള്ളൂ. പ്രധാനമായും കുതിരപ്പുറത്ത് വരുന്നവരെ ഉദ്ദേശിച്ചുള്ള പാതയാണത്. ഇവിടെ നിന്നും ചെറിയൊരു കയറ്റം കയറി ചെല്ലുന്നത് വിശാലമായ ഒരു പുൽമേട്ടിലേക്കാണ്. നമുക്ക് നമ്മുടെ കണ്ണുകളെ പോലും വിശ്വസിക്കാനാവില്ല. സ്വർഗത്തിലെ ഉദ്യാനം പോലെ മനോഹരമായൊരു പ്രദേശം. ചുറ്റുപാടും ഉയർന്ന മലനിരകളാണ്. അതിൻ്റെ താഴ്വരയിലാണ് ഈ വിശാലമായ പ്രദേശം. ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്കായി അത്യാവശ്യം താമസ സൗകര്യങ്ങളും ഭക്ഷണവുമൊക്കെ ഇവിടെ കിട്ടും. കുറച്ച് ഹോം സ്റ്റേകളും ധർമ്മശാലകളും ആശ്രമങ്ങളുമൊക്കെ ഇവിടെയുണ്ട്. ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് അത്ഭുതപ്പെട്ടു പോയത്. അവിടെ നിറയെ ആളുകളായിരുന്നു. ക്ഷേത്രത്തിൽ എന്തോ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പാട്ടും നൃത്തവും പൂജകളും, ആകെ ഒരു ഉത്സവഛായ. ഉത്തരാഖണ്ഡിലെ മറ്റ് പുരാതന ക്ഷേത്രങ്ങളുടേതിന് സമാനമായി പരമ്പരാഗത ഗഡ്വാളി ശൈലിയിലുള്ള ശിലയും മരവും ഉപയോഗിച്ചുള്ള ഒരു നിർമ്മിതിയാണ്. ആധുനിക കാലത്തെ കൂട്ടിച്ചേർക്കലായി മുൻപിലുള്ള മുഖമണ്ഡപം മാത്രമാണുള്ളത്. നേരെ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറി. അകത്തും എന്തൊക്കെയോ വിശേഷാൽ പൂജകളും ഹോമങ്ങളുമൊക്കെ നടക്കുന്നുണ്ട്.
ശ്രീകോവിലിനുള്ളിൽ ദേവി അനസൂയയുടെ വെണ്ണക്കല്ലിൽ തീർത്ത മനോഹരമായ വിഗ്രഹം. മുകളിലായി ഒരു വെള്ളിക്കുടയും ചാർത്തിയിട്ടുണ്ട്. ശ്രീകോവിലിൽ ദേവിയെ കൂടാതെ മറ്റു ചില പ്രതിഷ്ഠകളും കാണാം. ക്ഷേത്രത്തിന് മുൻവശത്തായി ഹനുമാൻ സ്വാമിയുടെയും പാണ്ഡവരുടെയും ഭൈരവൻ്റെയും ഒക്കെ ചില പ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രത്തിന് മുൻവശത്ത് നിന്നുകൊണ്ടുള്ള കാഴ്ചകളും അതിമനോഹരമാണ്. ക്ഷേത്രത്തിന് പുറകിലായി ശിവപാർവതിമാരുടെ പ്രതിഷ്ഠയുണ്ട്. കൂടാതെ മറ്റു ചില മൂർത്തികളെയും കാണാം. ഇവിടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വൃക്ഷം പ്രത്യേകം തറകെട്ടി സംരക്ഷിച്ചിട്ടുണ്ട്. ഈ വൃക്ഷത്തിന് ചുറ്റുമായി ആളുകൾക്ക് വിശ്രമിക്കാനായി പ്രത്യേകം സിമൻറ്റ് ബെഞ്ചുകളും സ്ഥാപിച്ചിരിക്കുന്നു. നല്ല വെയിലാണെങ്കിലും ക്ഷേത്രത്തിന് മുൻവശത്തിരുന്ന് കുറേ ആളുകൾ വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെ വളരെ മനോഹരമായി ഭജൻസ് പാടുന്നുണ്ടായിരുന്നു. അത് ഏറ്റുപാടി ആസ്വദിച്ച് കൈയടിച്ചുകൊണ്ട് മറ്റു ചില ആളുകളും. ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തും 1-2 ശ്രീകോവിലുകൾ കൂടിയുണ്ട്. ബദരീനാഥൻ്റെയും ദത്താത്രേയൻ്റെയും ഒക്കെ ക്ഷേത്രങ്ങളാണവ. ഈ ഭാഗത്തായി ചില ആശ്രമങ്ങളും കാണാം. കൂടാതെ പൂജാരിമാരും ക്ഷേത്ര ജീവനക്കാരുമൊക്കെ കുടുംബാംഗങ്ങളോടൊപ്പം ഇവിടെ സ്ഥിരതാമസവുമാണ്. പക്ഷേ ഇവർക്കൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ നിന്നും 6 കിലോമീറ്റർ നടന്ന് മണ്ഡലിലെത്തണം. അല്ലെങ്കിൽ കുതിരക്കാരെ ആശ്രയിക്കുക മാത്രമേ മാർഗമുള്ളൂ. ഇനി നമുക്ക് ഇവിടെ കാണാനുള്ളത് അത്രിമുനിയുടെ ആശ്രമമാണ്. ഇവിടെ നിന്നും ഒരു 2 കിലോമീറ്റർ കൂടി അങ്ങോട്ടേക്ക് നടക്കാനുണ്ട്. കുറച്ചു ദൂരം ചെന്നപ്പോൾ വഴിയുടെ താഴെയായി ഒരു ക്ഷേത്രം കൂടി കണ്ടു. ഈ വഴി നമ്മൾ മണ്ഡലിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് വന്നതിനേക്കാൾ കുറച്ചുകൂടി ദുർഘടം പിടിച്ചതും നിബിഡ വനത്തിനുള്ളിലൂടെയുള്ളതുമാണ്. ഉച്ച സമയമായതുകൊണ്ടാവും ഈ വഴിയിലും അധികം ആരെയും കാണാനില്ല. ഇടയ്ക്ക് രുദ്രനാഥിൽ നിന്ന് തിരികെ വരുന്ന ചിലരെ കണ്ടു. കുത്തനെയുള്ള കയറ്റങ്ങളും ഇറക്കങ്ങളും നിറഞ്ഞ പാത, ഇടയ്ക്കിടയ്ക്ക് കടന്നു വരുന്ന ചില അരുവികളും മനോഹരമായ താഴ്വരകളുടെ ദൃശ്യങ്ങളും. കൊടും കാട്ടിലൂടെ വിജനമായ വഴിത്താരകളിലൂടെ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലെന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും. പിന്നെ ആ അദൃശ്യ ശക്തിയെ മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങ് നടക്കുക, അത്ര തന്നെ. ഇത്തരം യാത്രകളിൽ പ്രകൃതി നമുക്ക് ചില മുന്നറിയിപ്പുകളും തരും. നമ്മുടെ മനസ്സിൽ ഉണ്ടാവുന്ന ചില തോന്നലുകൾ, അതായത് ഇനി വേണ്ട, മുന്നോട്ട് പോവേണ്ട, അങ്ങനെയുള്ള ചില ചിന്തകളെ ഒരിക്കലും അവഗണിക്കരുത്. അവിടം കൊണ്ട് നിർത്തുക, അത്രമാത്രം. വഴിയുടെ ഒരു ഭാഗം പാറക്കെട്ടുകളും താഴെ കിഴുക്കാന്തൂക്കായ അഗാധ ഗർത്തങ്ങളുമാണ്. ഇത്തരം ചില ഭാഗങ്ങൾ ഒഴിച്ചാൽ കൊടും വനമാണെങ്കിലും ഈ പാത സുരക്ഷിതമാണ്. കുറച്ചു ദൂരം ചെന്നപ്പോഴേക്കും വഴി 2ആയി പിരിഞ്ഞു. മുകളിലേക്കുള്ള വഴി രുദ്രനാഥിലേക്കുള്ളതാണ്. ഇവിടെ നിന്നും ഇനി 12 കിലോമീറ്റർ കൂടി നടന്നാൽ രുദ്രനാഥിലേക്ക് എത്താം. താഴേക്കുള്ള വഴി അത്രിമുനി ഗുഹയിലേക്കാണ്. ഒരു 100 മീറ്റർ താഴേക്ക് ചെന്നപ്പോഴേക്കും നദീതീരത്തേക്കെത്തി. പടിക്കെട്ടുകൾ ഇറങ്ങി ചെല്ലുന്ന ഭാഗത്ത് വലിയൊരു പാറക്കെട്ടിനുള്ളിലായി ഒരു ഗുഹാക്ഷേത്രം കണ്ടു. പക്ഷേ അവിടെ വാതിൽ പൂട്ടിയിരിക്കുകയായിരുന്നു. ആരെയും കാണാനും ഉണ്ടായിരുന്നില്ല. ഈ പാറക്കെട്ടിന് പുറകിലായി സാമാന്യം വലിയൊരു വെള്ളച്ചാട്ടവുമുണ്ട്. ഇളം പച്ച നിറത്തിൽ നല്ല തെളിഞ്ഞ ജലം. ഈ വെള്ളച്ചാട്ടത്തിൻ്റെയും ചീവീടുകളുടെയും പക്ഷികളുടെയും ഒക്കെ ശബ്ദങ്ങൾ മാത്രമാണ് ഇവിടെയുള്ളത്. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ തീർച്ചയായും ഒരു ഉത്ഭയം തോന്നാം. ഇവിടെ നിന്നും നദിയുടെ മറുകരയിലൂടെ കുറച്ച് മുകളിലേക്ക് എന്നാൽ അത്രിമുനിയുടെ ഗുഹയിലേക്ക് എത്താം. ഈ ഗുഹയിലേക്ക് എത്തുക എന്നത് അല്പം സാഹസികത വേണ്ട കാര്യവുമാണ്. ഒരു ഭാഗത്ത് പാറയിടുക്കുകളിലൂടെ ചങ്ങലയിൽ തൂങ്ങി വേണം മുകളിലേക്ക് കയറുവാൻ. അതും പോരാഞ്ഞ് ചെറിയൊരു ഗുഹയിലൂടെ മുട്ടിലെഴഞ്ഞു വേണം അപ്പുറത്തെത്താൻ. പിന്നീടുള്ള നടപ്പാതയും വളരെ ഇടുങ്ങിയതാണ്. പലപ്പോഴും ചെരിഞ്ഞ് പാറക്കെട്ടിനോട് ചേർന്ന് വേണം നടക്കാൻ. വളരെ ശ്രദ്ധിക്കണം. താഴെ അഗാധമായ ഗർത്തവുമാണ്. വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വശത്തായി ഒരു ചെറിയ ഗുഹയിലാണ് അത്രിമുനിയുടെ പ്രതിഷ്ഠ. ഇവിടെ അത്രിമുനി തപസ്സനുഷ്ഠിച്ചിരുന്നു എന്നാണ് വിശ്വാസം. സന്യാസിമാരും മറ്റും ഈ ഗുഹയിൽ വന്ന് താമസിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളും കാണാം. ഈ ഗുഹയുടെ മുകൾ ഭാഗത്തു നിന്നുമാണ് അമൃതഗംഗ ഉത്ഭവിച്ചു വരുന്നത്. വളരെ മനോഹരമായൊരു വെള്ളച്ചാട്ടം. ഏതാണ്ട് 400 അടിയോളം ഉയരത്തിൽ നിന്നുമാണ് ഇത് താഴേക്ക് പതിക്കുന്നത്. അവിടെ നിന്നും അധികം താമസിക്കാതെ ആദ്യം വന്ന ഗുഹാഭാഗത്തേക്കെത്തി. കുറച്ചു സമയം ഒന്ന് വിശ്രമിച്ചതിന് ശേഷം ക്ഷേത്രത്തിലേക്ക് തന്നെ മടങ്ങി. ഇവിടെ വനത്തിനുള്ളിൽ ചില ആശ്രമങ്ങളൊക്കെയുണ്ട്. ഇടയ്ക്ക് വെച്ച് ഒരു ബാബയെ കണ്ടു. അദ്ദേഹം വെള്ളമെടുക്കാനായി പോവുകയാണ്. എൻ്റെ കയ്യിലെ ക്യാമറ കണ്ടതും അദ്ദേഹം വിലക്കി. അദ്ദേഹം ഒരു മൗനി ബാബയാണ്. വർഷങ്ങളായി സംസാരിച്ചിട്ട്. നമ്മുടെ ചോദ്യങ്ങൾക്കെല്ലാം ആംഗ്യഭാഷയിലാണ് മറുപടി. അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലൊന്ന് പോകണമെന്നുണ്ടായിരുന്നുവെങ്കിലും സമയം വൈകിയതിനാൽ യാത്ര പറഞ്ഞു പോന്നു. ആരോടും സംസാരിക്കാതെ ഒറ്റയ്ക്ക് ഈ ഉൾവനത്തിൽ
അല്പാഹാരവും ധ്യാനവുമൊക്കെയായി ഒരു ജീവിതം. അത്ഭുതം തന്നെയാണ് ഈ ലോകം. 2 മണിയോടെ തിരികെ ക്ഷേത്രത്തിലെത്തി. അവിടെ അപ്പോൾ അന്നത്തെ ചടങ്ങുകളുടെ അവസാന ഭാഗമായ ഡോളിയിലുള്ള എഴുന്നള്ളത്ത് തുടങ്ങിയിരുന്നു. അലങ്കരിച്ച ഡോളിയിൽ അനസൂയാദേവി എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ച് ഗ്രാമവഴികളിലൂടെ നടന്ന് മുൻപേ കണ്ട ക്ഷേത്രത്തിലെത്തി അവിടെയും പ്രദക്ഷിണം വെച്ച് തിരികെ ക്ഷേത്രത്തിലെത്തും. വാദ്യഘോഷങ്ങളുടെയും ഘോഷയാത്രയുടെയും ഒക്കെ അകമ്പടിയോടെ വളരെ ഗംഭീരമായ ഒരു ചടങ്ങാണിത്. നമ്മുടെ നാട്ടിലെ ജീവിത എഴുന്നള്ളത്തുമായി ഒരു സാദൃശ്യം തോന്നാം. ഈ ഡോളിയും അത് 2 പേർ ചേർന്ന് തോളിലേറ്റിക്കൊണ്ടുള്ള നൃത്തച്ചുവടുകൾക്കും നൃത്തം വെച്ച് ഡോളിയുടെ മുകൾ ഭാഗം നിലത്ത് മുട്ടിക്കുന്നതും കാണാം. ഇനി നമുക്ക് ഇവിടുത്തെ ക്ഷേത്രൈതിഹ്യങ്ങളും പ്രാധാന്യവുമൊക്കെ ഒന്ന് മനസ്സിലാക്കാം. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ അനസൂയാദേവി സപ്തർഷികളിൽ ഒരാളായ അത്രി മഹർഷിയുടെ പത്നിയാണ്. അവരുടെ പാതിവൃത്യത്തിൻ്റെയും വിശുദ്ധിയുടെയും കഥയാണ് ഈ ക്ഷേത്ര ഐതിഹ്യത്തിന് ആധാരം. ഒരുപക്ഷെ ഈ കഥാപാത്രങ്ങളൊക്കെ നമ്മൾ മലയാളികൾക്ക് അത്ര പരിചിതമായിരിക്കില്ല. പുരാണങ്ങളിലും വേദങ്ങളിലും ഉപനിഷത്തുകളിലുമൊക്കെ ഒരുപോലെ പ്രാധാന്യമുള്ള ഒരു മഹർഷിയാണ് അത്രിമുനി. പ്രപഞ്ച സൃഷ്ടിയുടെ ആദ്യകാലത്ത് ബ്രഹ്മാവിൽ നിന്ന് നേരിട്ട് ജനിച്ച ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായ പ്രപഞ്ചത്തിൻ്റെ 7 മഹാഗുരുക്കന്മാരാണ് വസിഷ്ഠൻ, വിശ്വാമിത്രൻ, ജമദഗ്നി, ഗൗതമൻ, അത്രി, ഭരദ്വാജൻ, കശ്യപൻ എന്നിങ്ങനെയുള്ള സപ്തർഷികൾ. ഋഗ്വേദത്തിലെ 5ാമത്തെ മണ്ഡലം അത്രിമണ്ഡലം എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ജ്യോതിഷത്തിലേക്ക് വരുമ്പോൾ സപ്തർഷി നക്ഷത്ര സമൂഹത്തിലും അത്രിമുനിക്ക് സ്ഥാനമുണ്ട്. കൂടാതെ ബ്രഹ്മാവിൻ്റെ മാനസപുത്രനായതിനാൽ പ്രപഞ്ചത്തിലെ സൃഷ്ടികർമ്മങ്ങളിലും ധർമ്മം നിലനിർത്തുന്നതിലുമൊക്കെ അത്രിമുനിക്ക് വലിയ പങ്കുണ്ട്. പ്രജാപതി കർദമ മഹർഷിയുടെയും സ്വയംഭൂമനുവിൻ്റെ പുത്രിയായ ദേവഹൂതിയുടെയും പുത്രിയാണ് അനസൂയ. അതേസമയം ദക്ഷപ്രജാപതിയുടെ പുത്രിയാണെന്നും മറ്റൊരു കഥയുണ്ട്. അത്രിമുനിയുടെ പത്നിയായി മാറിയ അനസൂയാദേവിയെ സതി അനസൂയ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതവരുടെ പാതിവൃത്യനിഷ്ഠയും സത്യവും ധർമ്മവും വിശുദ്ധിയെയുമൊക്കെ മുൻനിർത്തിയാണ്. അനസൂയ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അസൂയയിൽ നിന്നും മുക്തയായവൾ എന്നാണ്. സതി അനസൂയ തൻ്റെ ഭർത്താവായ അത്രിമുനിയോട് അഗാധമായ ഭക്തിയും പാതിവൃത്യവും നിഷ്ഠയും ഒക്കെ പുലർത്തിയിരുന്നു. അവരുടെ ഈ പുണ്യത്തിൻ്റെ ശക്തിയാൽ ആകാശത്തിലൂടെ കടന്നു പോകുന്ന ദേവന്മാർക്ക് പോലും അനസൂയയുടെ തേജസ് അനുഭവപ്പെടുമായിരുന്നു അത്രേ. അവരുടെ ഭക്തിയുടെ ശക്തി അങ്ങനെ ലോകമെങ്ങും പ്രസിദ്ധമായി. ഒരിക്കൽ അനസൂയാദേവിയുടെ ഈ മഹത്വത്തെക്കുറിച്ചറിഞ്ഞ ത്രിമൂർത്തികളുടെ പത്നിമാരായ ലക്ഷ്മി, സരസ്വതി, പാർവതി ദേവിമാർക്കിടയിൽ തങ്ങളിൽ ആരാണ് ഏറ്റവും സദ്വൃത്തയും പതിവ്രതയും ആയ സ്ത്രീ എന്നൊരു തർക്കം ഉയർന്നു വന്നു. ഇതിനൊരു തീർപ്പ് കൽപ്പിക്കാൻ നാരദമുനിയെയാണ് അവർ തിരഞ്ഞെടുത്തത്. നാരദർ പറഞ്ഞു, അനസൂയയാണ് സ്ത്രീകളിൽ ഏറ്റവും സദ്വൃത്തയായവൾ. അനസൂയയുടെ പവിത്രതയുടെ ശക്തിയാൽ ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച ഒരു പയർമണി ചുടാൻ പോലും കഴിയുമെന്ന് അദ്ദേഹം തന്ത്രപൂർവ്വം പറഞ്ഞു. ഇതോടെ അനസൂയയോട് അസൂയമൂത്ത ദേവിമാർ തങ്ങളുടെ ഭർത്താക്കന്മാരോട് അനസൂയയുടെ പാതിവൃത്യം പരീക്ഷിച്ചു വരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ തങ്ങളുടെ പത്നിമാരുടെ ആവശ്യപ്രകാരം ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ സാധാരണ സന്യാസിമാരുടെ വേഷം ധരിച്ച് അത്രിമുനിയുടെ ആശ്രമത്തിലെത്തി. ആ സമയം മുനി അവിടെ ഉണ്ടായിരുന്നില്ല. പത്നിയായ അനസൂയാദേവി സന്യാസിമാരെ ആദരപൂർവ്വം സ്വീകരിക്കുകയും അവരെ ഭക്ഷണം കഴിക്കാനായി ക്ഷണിക്കുകയും ചെയ്തു. അപ്പോൾ സന്യാസിമാർ ഒരു നിബന്ധന വെച്ചു. ഞങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരു പ്രത്യേക വ്രതം മൂലം ദേവി ഞങ്ങൾക്ക് പാതി നഗ്നയായി നിന്നുകൊണ്ട് വേണം ഭക്ഷണം വിളമ്പാൻ. ഭർത്താവല്ലാത്ത പുരുഷന്മാർ തൻ്റെ നഗ്നത കാണുന്നത് പാതിവൃത്യവിശുദ്ധി നഷ്ടപ്പെടുത്തുമെന്ന് മനസ്സിലാക്കിയ ദേവി ഇത് കേട്ട് വലിയ വിഷമത്തിലായി. ദേവിക്ക് അത് അംഗീകരിക്കാനാവുമായിരുന്നില്ല. അതേസമയം ആശ്രമത്തിൽ വന്നവരെ നിരാശപ്പെടുത്തുന്നതും പാപമാണ്. ദുഃഖിതയായ അനസൂയ തൻ്റെ ഭർത്താവായ അത്രിമുനിയെ സ്മരിച്ചു. തൻ്റെ പാതിവൃത്യത്തിൻ്റെ ശക്തിയാൽ മുന്നിലിരിക്കുന്നവർ തന്നെ പരീക്ഷിക്കാനെത്തിയ ത്രിമൂർത്തികളാണെന്ന് അവർക്ക് മനസ്സിലായി. തൻ്റെ ധർമ്മത്തിന് കോട്ടം വരാതെ അതിഥികളെ സൽക്കരിക്കാൻ ദേവി ഒരു വഴിയും കണ്ടെത്തി. അനസൂയ കമണ്ഡലുവിൽ നിന്നും അല്പം ജലമെടുത്ത് ത്രിമൂർത്തികളുടെ മേൽ തളിക്കുകയും ഉടൻ തന്നെ സന്യാസവേഷത്തിലെത്തിയ ത്രിമൂർത്തികൾ 3 ശിശുക്കളായി മാറുകയും ചെയ്തു. അങ്ങനെ ഈ 3 ശിശുക്കളെയും മടിയിലിരുത്തി മാതൃവാത്സല്യത്തോടെ പാതി നഗ്നയായി പാലൂട്ടുകയും അവർക്ക് ഭക്ഷണം നൽകുകയുമൊക്കെ ചെയ്തു. ഇതേസമയം ആശ്രമത്തിൽ തിരിച്ചെത്തിയ അത്രി മഹർഷി തൻ്റെ പത്നിയോടൊപ്പം 3 ശിശുക്കളെ കണ്ട് അത്ഭുതപ്പെട്ടു. നടന്ന കാര്യങ്ങളെല്ലാം പത്നിയിൽ നിന്ന് മനസ്സിലാക്കിയ മഹർഷി ആ 3 ദിവ്യ ശിശുക്കളെയും നമസ്കരിച്ചു. ആ 3 ശിശുക്കളും അവരുടെ പുത്രന്മാരായി ആശ്രമത്തിൽ വളരുകയും ചെയ്തു.
ഇതേസമയം കാലങ്ങൾ കഴിഞ്ഞിട്ടും തങ്ങളുടെ ഭർത്താക്കന്മാർ തിരികെ വരാത്തതിൽ ആകുലരായ ലക്ഷ്മി, സരസ്വതി, പാർവതി ദേവിമാർ നാരദനിൽ നിന്നും ഇക്കഥകളൊക്കെ മനസ്സിലാക്കി. അങ്ങനെ അവർ അനസൂയയുടെ ആശ്രമത്തിലെത്തി തങ്ങളുടെ തെറ്റിന് മാപ്പപേക്ഷിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാരെ പൂർവ്വരൂപത്തിലാക്കണമെന്നും അപേക്ഷിച്ചു. അനസൂയാദേവി ആ അപേക്ഷ സ്വീകരിച്ച് ആ ശിശുക്കളെ വീണ്ടും പൂർവ്വരൂപത്തിലാക്കി മാറ്റി. സന്തുഷ്ടരായ ത്രിമൂർത്തികൾ അനസൂയാദേവിയുടെ ആഗ്രഹപ്രകാരം തങ്ങളിൽ ഓരോരുത്തരുടെയും അംശങ്ങൾ നിങ്ങളുടെ പുത്രന്മാരായി ജനിക്കുമെന്ന അനുഗ്രഹവും നൽകി. അങ്ങനെ വിഷ്ണുവിൻ്റെ അവതാരമായി ദത്താത്രേയനും ബ്രഹ്മാവിൻ്റെ അംശമായി ചന്ദ്രദേവനും ശിവന്റെ കോപവും അനുഗ്രഹകലകളും ഒത്തുചേർന്ന് ദുർവാസാവായും ജനിച്ചു. മറ്റൊരു കഥയനുസരിച്ച് ഇവരുടെ 3 പേരുടെയും അംശങ്ങൾ ഒത്തുചേർന്നാണ് ദത്താത്രേയൻ്റെ ജനനം എന്നും പറയുന്നുണ്ട്. എന്തായാലും ഇവർ 3 പേരെയും സഹോദരന്മാരായിട്ടാണ് പുരാണങ്ങളിൽ കാണുന്നത്. അതേസമയം മറ്റൊരു വരം കൂടി ത്രിമൂർത്തികൾ അനസൂയയ്ക്ക് നൽകിയിരുന്നു. ഈ പുണ്യദേശത്തെത്തി സന്താനലബ്ധിക്കും കുടുംബഭദ്രതയ്ക്കുമായി അനസൂയാദേവിയെ ഭജിച്ച് ഒരു രാത്രി തങ്ങുന്നവരെ ദേവി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിക്കുമെന്നും അവർക്ക് അതിലൂടെ ഉദ്ദിഷ്ടകാര്യം ലഭിക്കുമെന്നുമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ പതിവ്രതകളായ സ്ത്രീകളുടെ ഇഷ്ടമൂർത്തിയാണ് അനസൂയാദേവി. ഇവിടെ ദത്താത്രേയന് പ്രാധാന്യവും കൂടുതലാണ്. ഈ പുണ്യഭൂമി ദത്താത്രേയൻ്റെ ജന്മസ്ഥലമായും കണക്കാക്കുന്നു. അനസൂയാദേവി ക്ഷേത്രത്തിലെ പ്രധാന ആരാധന പാതിവൃത്യത്തിൻ്റെയും ആദിത്യമര്യാദയുടെയും ശക്തിയെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ്. ഇനി നമുക്ക് ദത്താത്രേയനെക്കുറിച്ചുകൂടി ഒന്ന് മനസ്സിലാക്കാം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദത്താത്രേയൻ ജഗത് ഗുരുവാണ്. ദത്താത്രേയൻ്റെ സ്വരൂപം എന്നത് 3 മുഖങ്ങളും 6 കൈകളോടും കൂടിയതാണ്. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവർ ഓരോരോ മുഖത്തെയും പ്രതിനിധീകരിക്കുമ്പോൾ അത് ത്രിമൂർത്തി സംഗമമായും മാറുന്നു. ദേഹമാകെ ഭസ്മം ധരിച്ച് ജടാധാരിയായി മാൻതോൽ ധരിച്ച് ജപമാലയും കമണ്ഡലവും ഡമരവും ത്രിശൂലവും ശംഖും ചക്രവും 6 തൃക്കൈകളിലും ധരിച്ച് കാമധേനുവിനോടും 4 നായ്ക്കളോടുമൊപ്പം ഔദുംബര വൃക്ഷച്ചുവട്ടിൽ വസിക്കുന്ന രീതിയിലാണ് ദത്താത്രേയൻ്റെ സ്വരൂപത്തെ വർണ്ണിക്കുന്നത്. ദത്താത്രേയൻ്റെ രൂപത്തിലെ ഓരോ ഘടകങ്ങൾക്കും ഗഹനമായ ആത്മീയ അർത്ഥമുണ്ട്. 3 മുഖങ്ങളെന്നത് സത്വം, രജസ്, തമസ് എന്നിങ്ങനെ ത്രിഗുണങ്ങളെ സൂചിപ്പിക്കുന്നു. 6 കൈകളിലെ ആയുധങ്ങൾ ധർമ്മം, നീതി, വൈരാഗ്യം, അഭയം, മോക്ഷം, സംരക്ഷണം എന്നീ ഗുണങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. കൂടെയുള്ള 4 നായ്ക്കൾ 4 വേദങ്ങളെയും, അതായത് അറിവ് എപ്പോഴും ഗുരുവിനൊപ്പമുണ്ട് എന്നതാണ് അർത്ഥമാക്കുന്നത്. കയ്യിലെ കമണ്ഡലവും ഭിക്ഷാപാത്രവും അത്യാവശ്യം മാത്രം സമ്പാദിക്കുക, ഭൗതിക സമ്പത്തിനെ ആശ്രയിക്കാതിരിക്കുക എന്ന തത്വത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ശരീരത്തിൽ ഭസ്മം ധരിച്ചിരിക്കുന്നതിലൂടെ ശരീരവും ഭൗതിക ലോകവും നശ്വരമാണ് എന്ന സത്യത്തെയാണ് കാണിക്കുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ വാസസ്ഥാനമായി പറയുന്ന ഔദുംബര വൃക്ഷം എന്നത് അത്തി അല്ലെങ്കിൽ ഇത്തി എന്നറിയപ്പെടുന്ന വൃക്ഷമാണ്. ഔദുംബര വൃക്ഷത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നത് ദത്താത്രേയനുമായി ബന്ധപ്പെട്ടാണ്. ദത്തസമ്പ്രദായത്തിൽ ഈ വൃക്ഷത്തിന് വളരെയധികം പ്രാധാന്യവുമുണ്ട്. ദത്തസമ്പ്രദായത്തിൻ്റെയും നാദസമ്പ്രദായത്തിൻ്റെയും യോഗയുടെയും അവധൂത പരമ്പരകളുടെയും തുടക്കം ദത്താത്രേയനുമായി ബന്ധിച്ചാണ്. അത്രയൻ എന്നാൽ അത്രിയുടെ പുത്രൻ എന്നും ദത്തൻ എന്നാൽ ദത്തനായവൻ എന്നുമാണ് അർത്ഥം. അവധൂതഗീത, ത്രിപുരാരഹസ്യം എന്നീ ഗ്രന്ഥങ്ങളുടെ ഉപദേഷ്ടാവായി കണക്കാക്കുന്നതും ദത്താത്രേയനെയാണ്. ദത്താത്രേയൻ്റെ ജീവിതത്തിലെ ഏറ്റവും സവിശേഷമായ ആശയങ്ങളിലൊന്ന് അദ്ദേഹം ഈ പ്രപഞ്ചത്തിൽ നിന്നും കണ്ടെത്തിയ 24 ഗുരുക്കന്മാരാണ്. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ജീവികളും നമുക്ക് പാഠങ്ങൾ നൽകാൻ കഴിവുള്ളവയാണ് എന്ന മഹത്തായ സന്ദേശമാണ് നൽകുന്നത്. ഉദാഹരണത്തിന്, ഭൂമി എന്നത് ക്ഷമയുടെയും സഹനശക്തിയുടെയും സ്ഥിരതയുടെയും പ്രതീകമാണ്. വായു എന്നത് സ്വതന്ത്രനും സുഗന്ധവും ദുർഗന്ധവും വഹിക്കുന്നുണ്ടെങ്കിലും സ്വയം നിർഗുണനാണ്. ജലം എന്നത് ശുദ്ധീകരണത്തെയും എപ്പോഴും ശുദ്ധിയുള്ളവനാവുക എന്ന അർത്ഥം. ഇതുപോലെ പ്രകൃതിയിലെ 24 ഗുരുക്കന്മാരെയും ദത്താത്രേയൻ തൻ്റെ മാർഗദർശികളായി കണ്ടു. ശ്രീമദ് മഹാഭാഗവത മഹാപുരാണത്തിലെ ഉദ്ധവഗീതയിൽ ഒരു ഭാഗത്ത് ഭഗവാൻ ദത്താത്രേയനെക്കുറിച്ചും അദ്ദേഹം കണ്ടെത്തിയ പ്രപഞ്ചത്തിലെ 24 മഹാഗുരുക്കന്മാരെക്കുറിച്ചുമൊക്കെ ഉദ്ധവർക്ക് ഉപദേശിക്കുന്നുണ്ട്. ഭഗവാൻ തൻ്റെ ഇഹലോകവാസം വെടിഞ്ഞ് വൈകുണ്ഠത്തിലേക്ക് മടങ്ങും മുൻപ് തൻ്റെ ആത്മസുഹൃത്തിന് നൽകിയ ഈ ഉപദേശങ്ങൾ അതീവ പ്രാധാന്യമർഹിക്കുന്നു. മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ ദത്തസമ്പ്രദായം ശക്തമാണ്. മാർഗശീർഷ മാസത്തിലെ പൗർണമി ദിനമാണ് അദ്ദേഹം ജനിച്ചത് എന്നും കരുതപ്പെടുന്നു. ദത്താത്രേയ ജയന്തി എന്ന പേരിൽ ഇത് വളരെ വലിയൊരു ആഘോഷവുമാണ്. ഓരോ കാലത്തും ഓരോരോ ദിവ്യപുരുഷന്മാരായി
ധർമ്മസംസ്ഥാപനത്തിനായി ദത്താത്രേയൻ അവതാരമെടുക്കുന്നുണ്ട് എന്നാണ് വിശ്വാസം. 14-ാം നൂറ്റാണ്ടിൽ ആന്ധ്രാപ്രദേശിൽ ജീവിച്ചിരുന്ന ശ്രീപാദവല്ലഭൻ എന്ന മഹാഗുരു ദത്താത്രേയൻ്റെ സമ്പൂർണ്ണ അവതാരങ്ങളിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു. അടുത്ത കാലത്തേക്ക് വന്നാൽ സായിബാബയും അദ്ദേഹത്തിൻ്റെ അവതാരങ്ങളിൽ ഒന്നായിരുന്നു എന്ന് പറയുന്നുണ്ട്. ദത്താത്രേയനെക്കുറിച്ച് വിശദമായി ഇതുപോലൊരു വീഡിയോയിൽ വിവരിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായതിനാൽ ചുരുക്കുന്നു. ദത്താത്രേയൻ യോഗികൾക്കും ആത്മീയ അന്വേഷകർക്കും ഒരുപോലെ ആരാധനാണ്. കാരണം അദ്ദേഹം പ്രപഞ്ച സത്യങ്ങളുടെയും സന്യാസ ജീവിതത്തിൻ്റെയും ആത്യന്തിക പ്രതീകമായി നിലകൊള്ളുന്നു. ദത്താത്രേയനെ ആരാധിക്കുന്നത് ഭൗതിക ബന്ധനങ്ങളിൽ നിന്ന് മോചിതരാകുന്നതിനും ജ്ഞാനം നേടാനും ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലും ഗുരുതത്വത്തെ കാണാനും സഹായിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം കൂടിയായി കണക്കാക്കപ്പെടുന്ന ഈ അനസൂയ ക്ഷേത്രവും പ്രദേശവും ഈ മഹത്തായ തത്വചിന്തകളുടെ പ്രഭവ കേന്ദ്രമാണ്. തൻ്റെ ബാല്യകാലം കഴിഞ്ഞ് മാതാപിതാക്കളോട് യാത്ര പറഞ്ഞ് ലോകകല്യാണത്തിനായി ദത്താത്രേയൻ പുറപ്പെടുന്ന സമയം മാതാപിതാക്കൾ ഞങ്ങളെ ഇനി ആര് സംരക്ഷിക്കുമെന്ന് ചോദിച്ചു. ദത്താത്രേയൻ പറഞ്ഞു, അമ്മ വിഷമിക്കേണ്ട, എല്ലാ വർഷവും എൻ്റെ ജന്മദിനം എൻ്റെ മാതാപിതാക്കളെ കാണുന്നതിനായി ഞാനിവിടെ എത്തിയിരിക്കും. ഇവിടെ ലോകകല്യാണം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേദങ്ങളെയും ശാസ്ത്രങ്ങളെയും പരിപോഷിപ്പിച്ച് ലോകസമൃദ്ധിയും ധർമ്മവും ഉറപ്പാക്കുക എന്നതാണ്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ആഘോഷവും നവംബർ ഡിസംബർ മാസങ്ങളിലായി വരുന്ന ദത്താത്രേയ ജയന്തി തന്നെയാണ്. അന്ന് വിദൂര ദേശങ്ങളിൽ നിന്ന് പോലും ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ എത്തും. ആ സമയം വലിയൊരു മേള തന്നെ ഇവിടെ സംഘടിപ്പിക്കാറുണ്ട്. പിന്നെ എല്ലാ പൗർണമിയും ഇവിടെ പ്രധാനമാണ്. കൂടാതെ ശിവരാത്രി, നവരാത്രിക്കാലം ഇവയൊക്കെയാണ് മറ്റ് പ്രധാന ദിവസങ്ങൾ. ജൂലൈ മുതൽ ആഗസ്റ്റ് അവസാനം വരെയുള്ള മഴക്കാലം ഒഴിവാക്കി എപ്പോൾ വേണമെങ്കിലും ഇവിടം സന്ദർശിക്കാം. ക്ഷേത്രത്തിന് ചുറ്റുമായി പരമ്പരാഗത നിർമ്മിതികളും കുറേയൊക്കെ ഇപ്പോഴുമുണ്ട്. ക്ഷേത്രത്തിന് പുറകിലായി തടികൊണ്ട് നിർമ്മിച്ച പഴയൊരു ഇരുനില വീടും അതിനോട് ചേർന്ന് ഗ്രഹനാഥൻ്റെ തന്നെ ചെറിയൊരു ചായക്കടയുമുണ്ട്. അത്യാവശ്യം താമസവും ഭക്ഷണവും ഒക്കെ ഇവിടെ ലഭിക്കും. ഇതിൻ്റെ ഉടമസ്ഥൻ വളരെ സാധുവായ ഒരു മനുഷ്യനുമാണ്. വിശന്നു വലഞ്ഞ് എന്ന എനിക്ക് വയറു നിറയെ ആഹാരവും തന്നു. ഒരു ദിവസം താമസിച്ച് മടങ്ങാം എന്ന് അദ്ദേഹം പറഞ്ഞുവെങ്കിലും നമ്മുടെ സമയക്കുറവ് മൂലം പിന്നെ ഒരിക്കലാവാം എന്ന് പറയുകയും ചെയ്തു. അത് വെറുതെ പറഞ്ഞതുമല്ല. സ്വർഗസമാനമായ ഈ സ്ഥലത്ത് ഒരിക്കൽ വന്ന് 1-2 ദിവസം താമസിക്കണം. അത് വലിയൊരു ആഗ്രഹവുമാണ്. ദേവിയെ ഒന്നുകൂടി തൊഴുത് പതിയെ മടക്കയാത്ര തുടങ്ങി. ക്ഷേത്രത്തിൽ കുറേ ആളുകൾ നിൽപ്പുണ്ടായിരുന്നുവെങ്കിലും മടക്കയാത്രക്കിടയിൽ 1-2 പേരെ മാത്രമാണ് കണ്ടത്. കുറച്ചു ദൂരം മുൻപോട്ട് ചെന്നപ്പോഴേക്കും മലമുകളിൽ നിന്നും മഞ്ഞിറങ്ങി പതിയെ കാടിനുള്ളിൽ ഇരുട്ട് വീണു തുടങ്ങി. ഉൾക്കിടിലത്തോടെ എങ്ങനെ നടക്കുമ്പോഴാണ് അവൻ്റെ വരവ്. കറുത്തു തടിച്ച ഒരു കൂറ്റൻ നായ. താമസിയാതെ അവൻ എൻ്റെ മുൻപേ നടന്നു തുടങ്ങി. ഓരോ വളവിലും ചെന്ന് സസൂക്ഷ്മം നിരീക്ഷിച്ച് ഉറപ്പുവരുത്തി എന്നെ ഒന്ന് നോക്കും. സുരക്ഷിതമാണ്, മുൻപോട്ട് പോകാം എന്ന സൈനാണത്. ഞാനിങ്ങനെ അവനോട് ഓരോന്നും സംസാരിച്ചു കൊണ്ടിരുന്നു. ഇടയ്ക്ക് ഒരു വളവുകൾ ചെന്നപ്പോൾ എന്തോ കൊണ്ട് ഭയന്നിട്ടാവണം അവൻ മുൻപോട്ട് പോകുന്നില്ല. വിളിച്ചിട്ടും വന്നില്ല. അവസാനം ഞാൻ നടന്നു തുടങ്ങി. ഓരോ വളവ് തിരിയുമ്പോഴും മുകളിൽ നിന്നും എന്നെ നോക്കി പരിഭ്രമിച്ചുകൊണ്ട് അവൻ കുരയ്ക്കുന്നതും കാണാമായിരുന്നു. ഇടയ്ക്ക് കാട്ടിൽ നിന്നും വലിയൊരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ സാധുമൃഗം മുകളിൽ നിന്നും കാട്ടിലൂടെ ചാടി ഓടി എൻ്റെ മുൻപിലേക്കെത്തി. അതിൻ്റെ ദേഹം മുഴുവനും എന്തൊക്കെയോ മുള്ളുകളും പിടിച്ചിരിപ്പുണ്ടായിരുന്നു. അവൻ്റെ 2 കുടയിലിന് അവ കുറേയൊക്കെ തെറിച്ചുപോയി. വീണ്ടും നടപ്പ് തുടങ്ങി. അധികം താമസിക്കാതെ താഴെയുള്ള ആ ഒരു കടയുടെ ഭാഗത്തേക്കെത്തി. ആ കടയിൽ നിന്നും 2 ബിസ്ക്കറ്റും വാങ്ങി ഇവനെ പറഞ്ഞു വിടാമെന്ന് കരുതി കടക്കാരനോട് ബിസ്ക്കറ്റ് വാങ്ങുന്ന നേരത്താണ് കടക്കാരൻ്റെ 2 കോഴികൾ നിൽക്കുന്നത് നമ്മുടെ കഥാനായകൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. കോഴികളെ കണ്ടതും തൻ്റെ സഹജവാസന ഉയർന്ന ഇവൻ നേരെ കോഴികളുടെ നേരെ അവയെ പിടിക്കാനായി ചാടി. ഇത് കണ്ട കടക്കാരൻ കല്ലുമെടുത്തുകൊണ്ട് ഇവൻ്റെ പുറകെ. കൂട്ടത്തിൽ എനിക്കും കിട്ടി കുറച്ച് വഴക്ക്. ഇവന് കൊടുക്കാനായിരുന്നോ നിങ്ങൾ ബിസ്ക്കറ്റ് വാങ്ങിയത്? അയാൾ അവനെ എറിഞ്ഞ് മലയുടെ മുകളിലേക്ക് ഓടിച്ചു വിടുകയും ചെയ്തു. കടക്കാരൻ തിരികെ വരുന്നതിന് മുമ്പ് ഞാൻ അവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അധികം താമസിക്കാതെ മണ്ഡലിലേക്കെത്തി. അവിടെ നിന്നും ബൈക്കുമെടുത്ത് 5 മണിയോടെ തിരികെ സാഗറിലേക്കെത്തി. വൈകുന്നേരം ഗ്രാമത്തിന് താഴെ ഒരു പുരാതന ശിവക്ഷേത്രമുണ്ട്, സഗരേശ്വർ മഹാദേവ്. അവിടെ ഒന്ന് പോയി തൊഴുതു. കുറച്ച് ഗ്രാമക്കാഴ്ചകളുമൊക്കെ കണ്ടതിന് ശേഷം നേരെ റൂമിലേക്ക് പോയി. പിറ്റേന്ന് രാവിലെ ഗോപേശ്വറിലേക്കാണ് പോയത്. ശൈത്യകാലത്ത് രുദ്രനാഥൻ്റെ പൂജകൾ നടക്കുന്നത് ഗോപേശ്വറിലെ ഗോപിനാഥ മന്ദിരത്തിലാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മഹാദേവ ക്ഷേത്രമാണിത്. ആ കഥകളും കാഴ്ചകളുമൊക്കെയായി അടുത്ത അധ്യായത്തിൽ കാണാം.